ഹായ് ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ യാത്ര എങ്ങോട്ടാണ്? സൂര്യനെല്ലി കേസിൽ 42 പ്രതികളാണെങ്കിൽ പത്തനംതിട്ട കേസിൽ 58 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് തയ്യാറെടുക്കുന്നത്. നമ്മുടെ വീട്ടിലും പെണ്ണുങ്ങളുണ്ട്, മക്കളുണ്ട്. ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഈ വരുന്ന ഓരോ കേസുകളും മറ്റൊരു വ്യക്തിയുടേതല്ല, നമ്മുടേത് തന്നെയാണ്. നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിയാൻ ശ്രമിക്കണം. സോഷ്യൽ മീഡിയയിലുള്ള വലിയൊരു ചതിക്കണിയിലാണ് ഈ കൊച്ച് വീണിരിക്കുന്നത്. 13 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചിന്റെ ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. 13 വയസ്സിൽ ഈ കൊച്ച് പീഡനത്തിനിരയാകാൻ തുടങ്ങിയിട്ട് നിരന്തരം തുടർന്ന് 58 പ്രതികൾ ഇല്ലെങ്കിൽ 50-ന് മുകളിൽ പ്രതികൾ പ്രതി ചേർക്കപ്പെടുന്ന ഒരു പട്ടികയിലേക്ക് ഈ കൊച്ചു വരുമ്പോൾ എത്രമാത്രം കൊടിയ പീഡനം ആ കൊച്ച് അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ സ്കൂളുകളിലും മറ്റും കൗൺസിലിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊരു സംഭവം നടന്നത് കണ്ടെത്താൻ ആർക്കും ആയിട്ടില്ല. നമ്മുടെ മക്കൾ നിരന്തരം എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എന്തെല്ലാമാണ് അവരുടെ ആക്ടിവിറ്റീസ് എന്നുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായും നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാതെ പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള പീഡനങ്ങളും ദ്രോഹങ്ങളും ക്രൂരതകളും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നത്. ഇത് മറ്റൊരു വ്യക്തിയുടെ കേസാണ്, മറ്റൊരു നാട്ടിലെ കേസാണ് എന്ന് പറയാൻ നമുക്കിനി സാധിക്കില്ല. ഇത് നമ്മുടെ കൊച്ചു കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ തന്നെ നടന്ന ഒരു സംഭവമാണ്. ഈ ഒരു കേസിന്റെ ഏറ്റവും സങ്കടവും ദയനീയവുമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളിൽ 2 പേര് ആ കുട്ടിയുടെ കൂടെ പഠിക്കുന്നവരാണ്. അതുപോലെ തന്നെ മൊത്തത്തിൽ 4 പേർക്ക് പ്രായപൂർത്തിയായിട്ടില്ല. ഒരു പ്രായപൂർത്തി തികയുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ തയ്യാറാവുന്ന ഒരു ജനത വളർന്നു വരുന്ന നാട്ടിൽ നമ്മുടെ മക്കളുടെ സേഫ്റ്റി എത്രത്തോളമാണെന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ കൂടുതൽ അവബോധത്തിലേക്ക് വരണം. വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും ഇതേപോലെ ഒരു ക്രൂരത നടക്കാൻ സാധ്യത ഏറെയാണ്. കേസിൽ ഒരുപാട് പ്രതികളെ പ്രതി ചേർത്തെങ്കിലും അവരെ ജയിലിൽ പാർപ്പിച്ചെങ്കിലും ഈ തെറ്റുകളൊന്നും ഇവർ വീണ്ടും പുറത്തിറങ്ങി ആവർത്തിക്കില്ല എന്നതിന് യാതൊരു ഉറപ്പുമില്ല. കാരണം ഈ കേസിലെ ഒരു പ്രതി ഇതിനു മുമ്പ് തന്നെ പോക്സോ കേസിൽ ജയിലിലാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്ഥിരം തൊഴിലാക്കിയിട്ടുള്ള വ്യക്തികളാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും നാട്ടിന്റെ പരിസരങ്ങളിലും സ്ഥിരം ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ തമ്പടിച്ചു നിൽക്കുന്ന ഗ്യാങ്ങുകളെ മറ്റും കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ പരിസരത്തു കൂടെ പോകുന്ന നമ്മുടെ മക്കളെ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കണം. അതിനു കൂടെ തന്നെ നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കാണെങ്കിലും ഇല്ലെങ്കിൽ പുറത്തേക്കാണെങ്കിലും പോയി കഴിഞ്ഞാലും നമ്മുടെ ശ്രദ്ധ അവരിൽ തന്നെ ഉണ്ടാവണം. നമ്മുടെ ശ്രദ്ധ, നമ്മുടെ വിചാരം എന്നുള്ള കാര്യങ്ങളെല്ലാം അവരിൽ നിന്ന് മാറുന്ന സാഹചര്യമാണ് ഇതുപോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നവർ മുതലെടുക്കുന്നത്. നമ്മളെല്ലാവരും ശ്രദ്ധയും കരുതലും കൂടുതൽ കാണിച്ചാൽ മാത്രമേ നമ്മുടെ കുടുംബത്തെയും ഇതുപോലുള്ള ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. ഈ കേസ് നടക്കുന്നത് മുംബൈയിലോ ബാംഗ്ലൂരോ ഡൽഹിയിലോ ഒന്നുമല്ല, നമ്മുടെ കേരളത്തിലാണ്. നമ്മളെല്ലാവരും ജാഗരാകേണ്ട സമയം അടുത്തു കഴിഞ്ഞു എന്നതാണ് ഇതിനുള്ള തെളിവ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കൾ എന്തു ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് അവർ ആക്ടിവിറ്റീസ് നടത്തുന്നത്, ആരോടെല്ലാമാണ് അവർ ചാറ്റ് ചെയ്യുന്നത്, ആരോടെല്ലാമാണ് അവർ സംസാരിക്കുന്നത്, അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള പ്രവൃത്തികളാണോ അവർ ചെയ്യുന്നത്, അവരുടെ മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസങ്ങളുണ്ടോ, അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും അറിയാൻ ശ്രമിക്കണം. മക്കളുടെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാനും അറിയാനും ശ്രമിച്ചാൽ മാത്രമേ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കെല്ലാം മുക്തി നേടാൻ കഴിയൂ. നമ്മുടെ മക്കളെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നുവോ അത്രത്തോളം ഇതുപോലുള്ള കേസുകൾ നമുക്ക് കേൾക്കാൻ ഇടവരാതിരിക്കും. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവ് ആവുന്ന മക്കൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന് തീർച്ചയായും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. തീർച്ചയായും നിങ്ങളുടെ മക്കളുടെ സോഷ്യൽ മീഡിയ പാസ്വേഡ് മുതൽ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി വരെ നിങ്ങൾ ചെക്ക് ചെയ്യണം. എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി വെക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം നിങ്ങളൊരു മാതാവാണ്, നിങ്ങളൊരു അമ്മയാണ്, നിങ്ങളൊരു അച്ഛനാണ്. ആ കുഞ്ഞിന്റെ തെറ്റുകളും ശരികളും തിരുത്തേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതും നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ തീർച്ചയായും അവർക്ക് ആവശ്യമാണ്. എല്ലാവരുടെയും ശ്രദ്ധ മക്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കേസുകൾ നമുക്ക് കേൾക്കാൻ ഇടവരില്ല. തീർച്ചയായും ഇനിയെങ്കിലും എല്ലാവരും ഇതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു.